ഈ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞ വീട്? അതെ. ഇത്രയും വലിയ വീടാണെന്ന് ഞാൻ കരുതിയില്ല. മദന, പെട്ടി സാധനങ്ങളോട് താഴത്തുകൊണ്ട് വെക്കേ. മോക്ക ഈ വീട് ഇഷ്ടപ്പെട്ടോ? പുറം മാത്രം കണ്ടാ മതിയോ? അകത്തുകൂടി കയറിയാലല്ലേ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാനൊക്കൂ. എന്താ നിന്റെ പേര്? മദനൻ. 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 എന്താ ജോലി? ഡ്രൈക്കു എന്ന് വെച്ചാ ഡ്രൈ എന്ന് വെച്ചാൽ ഡ്രൈവിംഗ്, കു എന്ന് വെച്ചാൽ കുക്കിംഗ്. ഡോക്ടർ സാർ എന്നെ കൊണ്ട് രണ്ടു പണിയും ചെയ്യിക്കൂ. പെട്ടിയെടുത്താ പോയി. ഇവിടെ അടുപ്പില്ലേ? അടുപ്പോ? അതല്ലേ ഇവൻ. വിറക് വെച്ചല്ലേ തീയിരിക്കുന്നത്? വിറകോ? ചേച്ചി, ഇവിടെ കറന്റിന്റെയും ഗ്യാസിന്റെയും പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ കൈകൊണ്ടുള്ള അരപ്പും പൊടിപ്പും ഒന്നുമില്ല. എല്ലാം ഇവ ചെയ്തോളും. യന്ത്രം. മിസ്കി. അതെ, ചേച്ചി വരുന്നതിന് മുമ്പ് തന്നെ സാറെ എല്ലാം കരുതിയിരിക്കാം. അങ്ങോട്ട് പോ. വരൂ. ഇനി കാണിച്ചേ. പോലെ പോലെ. ഇവനറിയാമോ? ഡബിൾ ഡെക്കർ. ഇതിനകത്ത് എന്ത് സാധനം വെച്ചാലും ഇതുപോലെ ഇരിക്കും. നല്ല തണുപ്പാ. ഓറിനാ സാധനം. ഇനിയും കാണിച്ചു തരണ്ടേ? ഓ, ഇതിനകത്തൊന്നും ഇല്ലേ? ഇപ്പം കാലിയാ. ഇനി ചേച്ചിയാണ് ഇതൊക്കെ നടക്കേണ്ടത്. പിന്നെ ചേച്ചിയുടെ ബെഡ്റൂം കാണണ്ടേ? ഇതിലെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഇടത്ത് വശത്ത്. അതാണ് വിളമ്പുമല്ലോ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. സാരമില്ല. നിനക്കെന്താ ഞങ്ങളോട് നൂണ് കഴിച്ചാല്? നീ പറഞ്ഞാലോ ഉള്ളൂ. നൂണ് കഴിക്കൂ. വേണ്ട, ഞാൻ പിന്നീടുണ്ടോളാം. നിങ്ങൾ കഴിക്കൂ. നമുക്ക് ഊണ് കഴിക്കാം. അച്ഛാ, പറയാനല്ലേ നോക്കൂ. പിടിച്ചിരുത്താൻ നോക്കുമോ? അല്ല, മോൾ ഊണ് കഴിച്ചു കഴിഞ്ഞില്ലേ? തീരാറായി. സുരേഷ് എവിടെ? മുകളിൽ പോയി. മദനോ? മദനൻ ഞാനിവിടെ ഉണ്ട്. ചോറുണ്ടോ? നീ ഊണ് കഴിച്ചിട്ട് എന്റെ മുറിയിലേക്കൊന്ന് വാ. അച്ഛാ, മുറിയിൽ പാല് കൊണ്ട് വെച്ചിട്ടുണ്ട്. കിടക്കുന്നതിന് മുമ്പ് മരുന്നും കഴിക്കണേ. രക്ഷപ്പെട്ടു. അയ്യോ, ആരെ മുടക്കണ? ഞാൻ അത്ര മണ്ടൂസം പറ്റുമല്ല. എന്നെ പറ്റിക്കാനേ നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സാധിക്കില്ല. അതിനെനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛനില്ലേ? പിന്നെ എങ്ങനെ ഉണ്ടായി? അയ്യോ, അതല്ല, എന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന്. നിന്റെ മാത്രമല്ലടാ, മിക്കവരുടെയും തന്തമാരിപ്പൊ ജീവിച്ചിരിപ്പില്ല. എന്റെ ഒരു ഗതികേടെ. ഡ്രൈവറായിട്ടാണ് ജോലി കിട്ടിയത്. പിന്നെ അടുക്കളക്കാരനായി. ഇപ്പൊ കാലെടുത്തോ മണിയടി. എന്താ പറഞ്ഞത്? അല്ല, ഇവിടെ ഭയങ്കര കൊതുക്. നീ കൊതുകിനെ കൊല്ലുകയാണോ അതോ എന്നെ കൊല്ലുകയാണോ? കൊതുകിനെ. നൊന്തോ? നല്ലോണം നൊന്തു. തിരുമോ? അങ്ങനെ അങ്ങനെ. എന്തിനാ ഇത്? ആശുപത്രിയിലേക്ക് പോകുമ്പോ ധരിക്കാൻ. ഇതൊക്കെ എനിക്കറിയാമല്ലോ.
എന്നെ ആരും സഹായിക്കണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. തുടങ്ങിയല്ലോ. കാര്യം പറയുമ്പോ കരയുന്നതിന് മറ്റുള്ള മുമ്പിലെങ്കിലും ഇത് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ വെച്ചേക്കൂ, ഞാൻ എടുത്തോളാം. നീ ആശുപത്രി പോയി ഇറങ്ങിയതാണോ? അതെ. നീ സാമ്പാർ ഒഴിക്കൂ. അച്ഛനും കൂടെ ഇഡലി തരട്ടെ? അയ്യോ എനിക്ക് വേണ്ട മോളെ, ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ലെന്ന് അറിയാമല്ലോ. അതൊക്കെ ഇല്ല, കഴിക്കാതിരുന്നിട്ടാ ശീലമായത്. അയ്യോ എനിക്ക് വേണ്ട മോളെ. അത് അച്ഛന്റെ തോന്നല, കഴിക്കണം. ആ മതി. വേണ്ട വേണ്ട. വേണം. കഴിച്ചോടാ, നല്ല രുചിയുള്ള ഇഡലിയാ. കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആർക്ക് തന്നെയാണ് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ കാപ്പി കൊണ്ടുവരാം. രാവിലെ ഒന്നും കഴിക്കാത്ത അച്ഛൻ 2 ഇഡ്ഡലി തിന്നല്ലോ. അതാ മോനെ ഐശ്വര്യമുള്ള പെണ്ണ് കുടുംബത്തിൽ വന്ന് കേറിയാൽ ഉള്ള ഗുണം. അച്ഛന് ഒരു ഇഡലിയൂടെ കഴിക്കാം. അയ്യോ എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് വേണ്ട മോളെ, എന്ത് ചെയ്യാനാണ്? ഒന്നാമത് രാവിലെ ഒന്നും കഴിക്കില്ല, അതിനോട് ഇങ്ങനെ ഇഡലി എത്തിക്കുക, ഞാൻ എന്തോന്ന് ചെയ്യാൻ? അയ്യോ സുരേഷ് ടെലസ്കോപ്പ് കൊണ്ടുപോയില്ല, വേഗം കൊണ്ട് കൊടുത്തിട്ട് വാ. പോകല്ലേ? അഭിനയം കൊള്ളാം, പക്ഷെ അല്പം കൂടിപ്പോകുന്നു. ഹലോ സുരേഷ്. ഏയ് ജയൻ. ഞാൻ ജയന് ഫോൺ ചെയ്യണമെന്ന് കരുതിയാണ് വന്നത്. റേഡിയോ വള്ളി കാലി ചുറ്റി. നിങ്ങൾ എപ്പോഴും ഇവിടെ എത്തി? ഇന്നലെ വൈകുന്നേരം. താൻ നല്ല ആള് തന്നെ. ഇങ്ങനെയാണോ കല്യാണത്തിന് വരുന്നത്? ക്ഷമിക്കണം സുരേഷ്, ഞാൻ തലവരാൻ വയ്യാത്തൊരു കേസിൽ കുടുങ്ങിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും വിവാഹത്തിന് വരാൻ ഒരുങ്ങിയിരുന്ന. അതിന്റെ പരിഭവം സുഷമയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ല. സുഷമയെങ്കിലും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതെങ്ങനെ? ഇത്രയും ദൂരം അവളെ ഒറ്റയ്ക്ക് അയക്കുന്നത് എങ്ങനെയാ? വലിയ നിരാശയായിപ്പോയി. ഐ എം റിയലി സോറി. വരാതിരുന്നപ്പോഴേ ഞാൻ ഊഹിച്ചു താൻ ഏതോ കേസിൽ കുടുങ്ങിപ്പോയതാണെന്ന്. എന്ത് ചെയ്യാനാ? ഡിപ്പാർട്ട്മെന്റിൽ ഏത് കേസ് വന്നാലും ഞാൻ തന്നെ വേണം. അല്പം മിടുക്കനായി പോയുള്ള കുഴപ്പമാ. അതിരിക്കട്ടെ, വൈഫ് എങ്ങനെ? അവളൊരു പാവമാണ്. പാവമെന്നാൽ എല്ലാം അനുസരിക്കുമെന്നല്ലേ? ഏതായാലും ഉറക്കം തീരെയില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. ആ, ജയൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അച്ഛനും വന്നിട്ടുണ്ട്. ഓഹോ, നിങ്ങളുടെ ഈ ഹണിമൂൺ ട്രിപ്പിൽ തന്നെ മൂപ്പിൽസ് വരണ്ടായിരുന്നു. താൻ പോടും. എന്ത് പറഞ്ഞാലും തനിക്ക് തമാശയാ. ആട്ടെ, നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് വരുന്നത്? ഇന്ന് വൈകുന്നേരം തന്നെ വരും. സുഷമ മിസസ് സുരേഷിനെ കാണാൻ കൊതിയോടിരിക്കുക. വരൂ, വൈകുന്നേരം കാത്തിരിക്കാം. ഓക്കെ. എന്താ ലോറി പിടിച്ചിട്ടിരിക്കുന്നത്? കള്ളക്കടത്താണെന്ന് തോന്നുന്നു. സർ, ആ, ഡ്രൈവർ ആകെ വരണ്ടിരിക്കുക. ആ ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ, വൈകുന്നേരം കാണാം. വരാം.